പി ബ്ലോക്സ് എലമെന്റ്സ് എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ നൈട്രജന്റെ കോമ്പൗണ്ട്സിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഫോസ്ഫറസിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ തുടങ്ങി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോസ്ഫറസിന്റെ ഒരു പ്രധാന കോമ്പൗണ്ടായ ഫോസ്ഫീനെ കുറിച്ചാണ്. നൈട്രജന്റെ ഹൈഡ്രൈഡായ അമോണിയയെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അതുപോലെ തന്നെയുള്ള ഒരു കോമ്പൗണ്ടാണ് ഫോസ്ഫീൻ. അതായത് ഫോസ്ഫറസിന്റെ ഹൈഡ്രൈഡിനെയാണ് നമ്മൾ ഫോസ്ഫീൻ എന്ന് പറയുന്നത്. NH3 എന്നായിരുന്നു അമോണിയയുടെ ഫോർമുല. ഫോസ്ഫീന്റെ ഫോർമുല PH3 എന്നാണ്. നൈട്രജന് പകരം ഫോസ്ഫറസ് വരും. അപ്പൊ നമ്മൾ ഈ ടോപ്പിക്കിൽ പഠിക്കാൻ പോകുന്നത് ഫോസ്ഫീന്റെ പ്രിപ്പറേഷനും അതുപോലെ പ്രോപ്പർട്ടീസ്, അതുപോലെ യൂസസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഫോസ്ഫീന്റെ പ്രിപ്പറേഷൻ പഠിക്കാം. ഫോസ്ഫീൻ പ്രിപ്പറേഷനിൽ നമ്മുടെ ടെസ്റ്റിൽ കൊടുത്തിരിക്കുന്ന ആദ്യ പ്രിപ്പറേഷൻ കാൽസ്യം ഫോസ്ഫൈഡിനെ ജലവുമായോ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായോ പ്രവർത്തിപ്പിച്ചാൽ നമുക്ക് ഫോസ്ഫീൻ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അപ്പൊ കാൽസ്യം ഫോസ്ഫൈഡിനെ ജലവുമായി പ്രവർത്തിപ്പിക്കുക, അപ്പോൾ നമുക്ക് ഫോസ്ഫീൻ കിട്ടും. അടുത്തൊരു പ്രിപ്പറേഷൻ മെത്തേഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫോസ്ഫറസിന്റെ റിയാക്ഷൻ പഠിച്ചതാണ്. വൈറ്റ് ഫോസ്ഫറസിന്റെ റിയാക്ഷൻ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ച ഒരു റിയാക്ഷൻ ആണ് രണ്ടാമത്തെ പ്രിപ്പറേഷൻ മെത്തേഡ്. എന്താണ് ആ മെത്തേഡ്? ഇൻ ദി ലാബോറട്ടറി ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ഹീറ്റിംഗ് വൈറ്റ് ഫോസ്ഫറസ് വിത്ത് കോൺസെൻട്രേറ്റഡ് NaOH സൊല്യൂഷൻ ഇൻ ആൻ ഇനേർട്ട് അറ്റ്മോസ്ഫിയർ ഓഫ് കാർബൺ ഡയോക്സൈഡ്. ഈ റിയാക്ഷൻ ഓർക്കുന്നുണ്ടോ? കാർബൺ ഡയോക്സൈഡിന്റെ ഇനേർട്ട് അറ്റ്മോസ്ഫിയറിൽ, അതായത് നിഷ്ക്രിയ അന്തരീക്ഷത്തിൽ വൈറ്റ് ഫോസ്ഫറസിനെ കോൺസെൻട്രേറ്റഡ് NaOH മായി ചേർത്ത് ചൂടാക്കുമ്പോൾ നമുക്ക് ഫോസ്ഫീൻ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കും. ഇത് ലാബോറട്ടറിയിൽ ഫോസ്ഫീൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മെത്തഡാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. ഫോസ്ഫീനെ കുറിച്ച് നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതലായി ചോദിച്ചിരിക്കുന്ന റിയാക്ഷനാണിത്. അപ്പൊ നമ്മുടെ സ്ക്രീനിൽ തന്നെ കാണാം ഏതൊക്കെ വർഷമാണ് ചോദിച്ചിട്ടുള്ളതെന്ന്. അപ്പൊ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ് ഇത്, ഫോസ്ഫീന്റെ പ്രിപ്പറേഷൻ. വൈറ്റ് ഫോസ്ഫറസിൽ നിന്ന് എങ്ങനെയാണ് ഫോസ്ഫീൻ ഉൽപ്പാദിപ്പിക്കുന്നത്? അപ്പൊ നമ്മൾ ഫോസ്ഫീൻ പ്രിപ്പറേഷൻ രണ്ട് മെത്തേഡ് പഠിച്ചു. ആദ്യത്തേത് കാൽസ്യം ഫോസ്ഫൈഡിനെ ജലവുമായോ ഡയലൂട്ട് HCl-യുമായോ പ്രവർത്തിപ്പിക്കുക. രണ്ടാമത്തെ മെത്തേഡ് കാർബൺ ഡയോക്സൈഡിന്റെ ഇനേർട്ട് അറ്റ്മോസ്ഫിയറിൽ വൈറ്റ് ഫോസ്ഫറസ് കോൺസെൻട്രേറ്റഡ് NaOH-മായി ചേർത്ത് ചൂടാക്കി ഫോസ്ഫീൻ ഉൽപ്പാദിപ്പിക്കുക. അപ്പൊ ഈ രണ്ട് മെത്തേഡും പഠിച്ചു വെക്കുക. അതിൽ രണ്ടാമത്തെ മെത്തേഡാണ് കൂടുതൽ ഇമ്പോർട്ടന്റ്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോസ്ഫീന്റെ പ്രോപ്പർട്ടീസ്, ഗുണങ്ങളെ കുറിച്ചാണ്. ഫോസ്ഫീൻ ഒരു ഗ്യാസ് ആണ്. അതൊരു കളർലെസ് ഗ്യാസ് ആണ്. അതിനൊരു ചീഞ്ഞ മത്സ്യത്തിന്റെ ഗന്ധമുള്ള ഒരു വാതകമാണ് ഫോസ്ഫീൻ. കൂടാതെ ഫോസ്ഫീൻ വിഷവാതകമാണ്, വിഷകരമാണ്. അതുപോലെ ശുദ്ധമായ രീതിയിലാണെങ്കിൽ, ശുദ്ധമായ അവസ്ഥയിലാണെങ്കിൽ ഫോസ്ഫീൻ തീ പിടിക്കില്ല. പക്ഷേ ചില ഇമ്പ്യൂരിറ്റീസ്, അതായത് ഡൈഫോസ്ഫെയിൻ, ഫോസ്ഫറസ് വേപ്പേഴ്സ് തുടങ്ങിയ ഇമ്പ്യൂരിറ്റീസ് അതിനകത്ത് അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് കത്തിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ ശുദ്ധീകരിച്ചു വേണം ഉപയോഗിക്കാൻ. ഫോസ്ഫീൻ ശുദ്ധീകരിക്കുന്നത് എങ്ങനെ എന്ന ഒരു മാർഗവും നമ്മുടെ ടെസ്റ്റിൽ പറയുന്നുണ്ട്. എന്താണ് ആ മാർഗം എന്ന് നോക്കാം. ഫോസ്ഫീൻ ആദ്യം ഹൈഡ്രൈഡിക് ആസിഡിൽ അബ്സോർബ് ചെയ്യുന്നു. അതിനുശേഷം ഇത് KOH-മായി പ്രവർത്തിപ്പിക്കുന്നു. അപ്പോൾ ഹൈഡ്രൈഡിക് ആസിഡിൽ അബ്സോർബ് ചെയ്യുമ്പോൾ നമുക്ക് ഫോസ്ഫോണിയം അയഡൈഡ് ലഭിക്കും. ഈ ഫോസ്ഫോണിയം അയഡൈഡ് ആണ് KOH-മായി പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫോസ്ഫീൻ ശുദ്ധ രൂപത്തിൽ ലഭിക്കുന്നതായിരിക്കും. അതിന്റെ ഇക്വേഷനും തന്നിട്ടുണ്ട്. അപ്പൊ ആ ഇക്വേഷനും കൂടി പഠിച്ചു വെക്കുക. അപ്പോൾ ഫോസ്ഫീന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു. ഇമ്പ്യൂരിറ്റി അടങ്ങിയ ഫോസ്ഫീനെ എങ്ങനെ ശുദ്ധീകരിക്കാമെന്ന് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോസ്ഫീന്റെ റിയാക്ഷൻസിനെ കുറിച്ചാണ്. അതിൽ ഒന്നാമത്തേത്, ഫോസ്ഫീൻ വളരെ ചെറിയ അളവിൽ ഓക്സിഡൈസിങ് ഏജൻസ് ചേർത്താൽ പോലും പെട്ടെന്ന് തന്നെ സ്ഫോടനത്തോടു കൂടിയുള്ള ഓക്സിഡേഷന് വിധേയമാകും. അപ്പോൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഓക്സിഡൈസിങ് ഏജൻസ് നൈട്രിക് ആസിഡ്, ക്ലോറിൻ, ബ്രോമിൻ വെപ്പേഴ്സ് ഇവയൊക്കെയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഓക്സിഡൈസ് ചെയ്ത് ഒരു സ്ഫോടനത്തോടുകൂടി ഓക്സിഡൈസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇതിന്റെ ജലത്തിലുള്ള സൊല്യൂബിലിറ്റിയാണ് നോക്കേണ്ടത്. അമോണിയ നന്നായിട്ട് ജലത്തിൽ ലയിച്ചു ചേരുമെന്ന് പറഞ്ഞു. പക്ഷേ ഫോസ്ഫീൻ അത്രയൊന്നും നന്നായി ജലത്തിൽ ലയിച്ചു ചേരുകയില്ല. ഇനി ജലത്തിൽ ലയിച്ചു ചേർന്ന ഫോസ്ഫീൻ, അതായത് ഫോസ്ഫീന്റെ ജലീയ ലായനി ലൈറ്റിന്റെ സാന്നിധ്യത്തിൽ വിഘടിക്കുന്നു. എന്തൊക്കെയായിട്ടാണ് വിഘടിക്കുന്നത്? റെഡ് ഫോസ്ഫറസ് ആയും ഹൈഡ്രജനുമായും ഇത് വിഘടിക്കുന്നു. അപ്പോ ഫോസ്ഫീൻ ജലത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ലായനി ലൈറ്റിന്റെ പ്രസൻസിൽ വിഘടിച്ച് റെഡ് ഫോസ്ഫറസും ഹൈഡ്രജനുമായി മാറും. ഇനി മറ്റൊരു റിയാക്ഷൻ നമ്മുടെ ടെസ്റ്റിൽ തന്നിരിക്കുന്നത്, കോപ്പർ സൾഫേറ്റ്, മെർക്കുറി ക്ലോറൈഡ് തുടങ്ങിയ സൊല്യൂഷനിൽ ഈ ഫോസ്ഫീൻ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മെറ്റലുകളുടെ എല്ലാം ഫോസ്ഫൈഡുകൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ കോപ്പർ സൾഫേറ്റിൽ ഫോസ്ഫീൻ ആഗിരണം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോപ്പർ ഫോസ്ഫൈഡ് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ മെർക്കുറി ക്ലോറൈഡിൽ ഫോസ്ഫീൻ ആഗിരണം ചെയ്ത് കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ നമുക്ക് മെർക്കുറിക് ഫോസ്ഫൈഡ് ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ പഠിക്കേണ്ട കാര്യം ഫോസ്ഫീന്റെ ബേസിക് സ്വഭാവത്തെ കുറിച്ചാണ്. അമോണിയ ലൂയിസ് ബേസ് ആണ് നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ ഒരു ബേസ് ആണ് ഫോസ്ഫീനും. പക്ഷെ അമോണിയയുടെ അത്രയും ബേസിക് സ്വഭാവമില്ല, വീര്യം കുറഞ്ഞൊരു ബേസ് ആണ്. അമോണിയെ പോലെ തന്നെ ഇത് ആസിഡുമായിട്ട് ചേർന്ന് ഫോസ്ഫോണിയം കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ഫോസ്ഫീന്റെ ബേസിക് സ്വഭാവത്തെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തായിട്ട് നമുക്ക് പഠിക്കേണ്ടത് ഫോസ്ഫീന്റെ യൂസസ് ആണ്, ഉപയോഗങ്ങൾ. 2 ഉപയോഗങ്ങളാണ് നമ്മുടെ ടെസ്റ്റിൽ തന്നിരിക്കുന്നത്. ഒന്ന് ഹോംസ് സിഗ്നലിൽ ഉപയോഗിക്കുന്നു. എന്താണ് ഹോം സിഗ്നൽ? ഷിപ്പിലൊക്കെ പോകുമ്പോൾ അവർ കൂടെ കരുതുന്ന ഒരു ക്യാൻ ഉണ്ട്. ആ ക്യാനിൽ 2 കെമിക്കൽസ് നിറച്ചിരിക്കും, കാൽസ്യം കാർബൈഡ്, കാൽസ്യം ഫോസ്ഫൈഡ്. ഈ ക്യാൻ സിഗ്നൽ കൊടുക്കേണ്ട ഏതെങ്കിലും അവസരം വരുമ്പോൾ തുളച്ച ശേഷം കടലിലേക്ക് എറിയും. കടലിലേക്ക് എറിയുമ്പോൾ എന്ത് ഗ്യാസ് ഉണ്ടാകും? കാൽസ്യം ഫോസ്ഫൈഡ് ഉണ്ട്. കാൽസ്യം ഫോസ്ഫൈഡ് വെള്ളവുമായിട്ട് ചേർന്ന് കഴിയുമ്പോൾ ഫോസ്ഫീൻ ഗ്യാസ് ഉണ്ടാകും. അതുപോലെ കാൽസ്യം കാർബൈഡ് ജലവുമായി ചേർന്ന് കഴിഞ്ഞാൽ അസറ്റിലിൻ ഗ്യാസും ഉണ്ടാകും. ഇംപ്യൂർ അവസ്ഥയിൽ നമുക്കറിയാം ഫോസ്ഫീൻ കത്തിപ്പിടിക്കുന്ന ഒരു വാതകമാണ്. അപ്പോ ഈ കടൽ ജലത്തിന് മുകളിൽ തീ ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ തീ കണ്ടു കഴിയുമ്പോൾ ആ കപ്പൽ കൊടുക്കുന്ന ഒരു സിഗ്നൽ ആയിട്ട് ദൂരെയുള്ളവർക്ക് കാണാൻ സാധിക്കും. അപ്പോ ഇത് പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു സിഗ്നൽ കൊടുക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു സംഗതിയാണ് ഹോം സിഗ്നൽ. അപ്പൊ ഹോം സിഗ്നലിൽ ഫോസ്ഫീൻ ഉപയോഗിക്കാറുണ്ട്. മറ്റൊരു ഉപയോഗമാണ് സ്മോക്ക് സ്ക്രീൻ ഉണ്ടാക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നു. സ്മോക്ക് സ്ക്രീൻ എല്ലാവർക്കും അറിയാം, പുകമറ സൃഷ്ടിക്കാൻ. അതായത് ബാറ്റിൽ ഫീൽഡിൽ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മറ കിട്ടുന്നതിന് വേണ്ടി സ്മോക്ക് ഉണ്ടാക്കുക. ആ സ്മോക്ക് സ്ക്രീൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഫോസ്ഫീൻ ഉപയോഗിക്കാറുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മുടെ ടെസ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ബോണ്ട് ആംഗിൾ ഇൻ pH4+ ഈസ് ഹയർ ദാൻ ദാറ്റ് ഇൻ pH3. വൈ? pH3യുടെ ബോണ്ട് ആംഗിളിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു. pH3യിൽ നിന്നുണ്ടാകുന്ന അയോൺ ആണ് ഫോസ്ഫോണിയം അയോൺ pH4+. ഈ അയോണിന്റെ ബോണ്ട് ആംഗിൾ ഫോസ്ഫീനേക്കാൾ കൂടുതലാണ്. എന്തുകൊണ്ട്? എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? pH3യിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഇതിലൊരു ലോൺ പെയർ ഉണ്ട്. പക്ഷെ pH4+ൽ ലോൺ പെയർ ഇല്ല. അപ്പൊ ലോൺ പെയർ ഉള്ളപ്പോൾ ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ ഉണ്ടാകും. അങ്ങനെയാണ് ബോണ്ട് ആംഗിൾ കുറയുന്നത്. pH4+ൽ ലോൺ പെയർ ഇല്ലാത്തതിനാൽ അവിടെ ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ ഇല്ല. അതുകൊണ്ട് ബോണ്ട് ആംഗിൾ pH3യേക്കാൾ കൂടുതലായിരിക്കും. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഇൻ വാട്ട് വേ ക്യാൻ ഇറ്റ് ബി പ്രൂവ്ഡ് ദാറ്റ് pH3 ഈസ് ബേസിക് ഇൻ നേച്ചർ? pH3 ഒരു ബേസിക് സ്വഭാവമുള്ളതാണ് എന്ന് എങ്ങനെ തെളിയിക്കാൻ സാധിക്കും? ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഹൈഡ്രൈഡിക് ആസിഡ് പോലുള്ള ആസിഡുമായിട്ട് ഫോസ്ഫീൻ പ്രവർത്തിച്ച് ഫോസ്ഫോണിയം കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നതിനാൽ ഇതിന്റെ ബേസിക് സ്വഭാവം നമുക്ക് തെളിയിക്കാൻ സാധിക്കും. ഫോസ്ഫറസിൽ കാണപ്പെടുന്ന ലോൺ പെയർ ഇലക്ട്രോൺസ് ആണ് ഈ ബേസിക് സ്വഭാവത്തിന് കാരണം. അപ്പൊ ഇത്രയൊക്കെയാണ് ഫോസ്ഫീനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പൊ പ്രധാനമായിട്ടും ഫോസ്ഫീന്റെ പ്രിപ്പറേഷൻ, അത് വൈറ്റ് ഫോസ്ഫറസിൽ നിന്നുള്ള പ്രിപ്പറേഷൻ ആണ് ഇമ്പോർട്ടന്റ്. കൂടാതെ ഫോസ്ഫീന്റെ യൂസസ്, അതുപോലെ പ്രോപ്പർട്ടീസ്. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്